من أصحاب رسول الله رجال عشرة خير الناس بعد الرسل كرام بررة صدقوا العهد مع الرحمن فجزاهم فرحا ومسرة بشراهم بالجنة سبقت يا للبشرى يا للبشرى عامر وهو أبو عبيدة لم تستطع الدنيا أسره فتح الشام أمين الأمة عرف الناس جميعا قدره. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. സ്നേഹാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സംസാരിക്കുന്നതും കേൾക്കുന്നതും പറയുന്നതുമൊക്കെ അവൻ ഇഷ്ടപ്പെടുന്ന സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ഫുജൈറ വാഫി അലുമിനി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന അതിമഹത്തായ ഒരു പരിപാടിയിൽ മഹാന്മാരായ സ്വർഗീയ പ്രവേശനം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബി വര്യന്മാരിൽ പ്രമുഖരായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൻ്റെ പ്രാരംഭഘട്ടം, പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾ, ചരിത്ര സംഭവങ്ങളിലെ ചില പ്രധാനപ്പെട്ട ഏടുകളൊക്കെ നമ്മൾ പറഞ്ഞു തീർക്കുകയുണ്ടായി. വലിയ മഹത്വങ്ങളും വലിയ പദവികളും തന്നിലേക്ക് കടന്നു വന്നിട്ടും ഏറെ വിനയാന്വിതനായി ജീവിച്ചു കടന്നുപോയ സ്വഹാബി വര്യതായിരുന്നു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ വിശദീകരിച്ചു. മഹാനവറുകളുടെ മഹത്വങ്ങൾ ധാരാളമായി എഴുതപ്പെട്ടു കാണുന്നുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ സ്വഹാബി വര്യന്മാരോട് പറഞ്ഞു, തമന്നൗ, ഈ സ്വഹാബി വര്യന്മാരെ, പ്രിയപ്പെട്ട അനുയായികളെ, നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള കാര്യത്തെ നിങ്ങളൊന്ന് ആഗ്രഹിച്ചു കൊള്ളുക. എന്തു കിട്ടാനാണ്, എന്തു ലഭിക്കാനാണ്, എന്തു ലഭിച്ചാലാണ് നിങ്ങൾ എന്തു നന്മയാണ് ചെയ്യുക എന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് പ്രകടിപ്പിക്കൂ, പറഞ്ഞുകൊള്ളൂ എന്ന് പറയാൻ പറഞ്ഞു. അന്നേരം ഒരു സ്വഹാബി വരൻ എഴുന്നേറ്റു നിന്ന് പറഞ്ഞു, അതമന്ന ലൗ അന്ന ഹാദിഹി ദാറ മംലൂഅതൻ ദഹബൻ ഉംഫിഖുഹു ഫീ സബീലില്ലാഹി അസ്സ വജൽ. പ്രിയപ്പെട്ട ഉമർ തങ്ങളെ, ഞാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് ലൗ അന്ന ഹാദിഹി ദാറ, ഈ ഭവനമെങ്ങാനും മംലൂഅതൻ ദഹബൻ, സ്വർണം കൊണ്ട് നിറക്കപ്പെട്ടതായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഉംഫിഖുഹു ഫീ സബീലില്ലാഹി അസ്സ വജൽ, ഞാൻ ആ സമ്പത്തിനെ മുഴുവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്യുമെന്ന് ആ സ്വഹാബി വര്യൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അത് ശ്രദ്ധാപൂർവം ആ ആഗ്രഹത്തെ കേട്ടു. എന്നിട്ട് വീണ്ടും പറഞ്ഞു, തമന്നൗ, ആഗ്രഹിച്ചു കൊള്ളുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വഹാബിമാരെ. ഇനി വല്ല പുതിയ ആഗ്രഹവും നിങ്ങൾക്ക് പറയണ്ടെങ്കിൽ അതും പറയാം. فقال رجل من أصحاب رسول الله صلى الله عليه وسلم, റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബിമാരിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, അതമന്നാ ലൗ അന്നഹ മംലൂഅതൻ ലുഅ്ലുഅൻ വസബർജദൻ വജൗഹറൻ ഉൻഫിഖുഹു ഫീ സബീലില്ലാഹി അസ്സ വജൽ. നേരത്തെ പറഞ്ഞ സ്വഹാബിയെ പോലെ തന്നെ സമാനമായൊരു വാചകമാണ് അദ്ദേഹവും പറഞ്ഞത്. ലൗ അന്നഹ, ഈ വീടെങ്ങാനും, ഈ ഭവനമെങ്ങാനും, മംലൂഅതൻ ലുഅ്ലുഅൻ വസബർജദൻ വജൗഹറൻ, മുത്തുകൾ കൊണ്ട്, പവിഴം കൊണ്ട്, ചിപ്പികൾ കൊണ്ട് ഈ വീടെങ്ങാനും നിറഞ്ഞിരുന്നുവെങ്കിൽ ഉംഫിഖുഹു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ അതിനെ ചെലവഴിക്കുമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും കേട്ടു.
അതസദ്ദഖു ബിഹി എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഞാനതിനെ സ്വതക്ക ചെയ്യും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക മാത്രമല്ല, അതിന് സ്വതക്ക കൂടി കൊടുക്കുമെന്ന് പറഞ്ഞു. അത് കുറച്ചും കൂടി വിശാലമായൊരു വാക്യമാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുമെന്ന് പറയുമ്പോൾ അതിന് വേറെ കുറേ വഴികളുണ്ട്. ഞാനത് സ്വതക്ക ചെയ്യുമെന്ന് പറയുമ്പോൾ അത് വേറെ കുറേ മാർഗങ്ങളൊക്കെ ഉള്ളതാണ്. അത് മറ്റൊരു ഭാഗമാണ്, നമുക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്തൊരു ഭാഗം. വീണ്ടും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തമന്നൗ, ആഗ്രഹിച്ചുകൊള്ളൂ, ആഗ്രഹങ്ങൾ പറഞ്ഞുകൊള്ളൂ എന്ന്. ഖാലു, അവർ പറഞ്ഞു, മാ നദരി മാ തഖൂലു യാ അമീറുൽ മുഅ്മിനീൻ, പ്രിയപ്പെട്ട അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്, അങ്ങ് എന്താണ് ഈ വാക്കുകൊണ്ട് എന്താണ് അങ്ങ് താല്പര്യപ്പെടുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ. മാ നദരി മാ തഖൂലു യാ അമീറുൽ മുഅ്മിനീൻ. ഖാല ഉമർ, അന്നേരം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, ലകിന്നി അതമന്ന, പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം അതൊന്നുമല്ല. നിങ്ങൾ പറഞ്ഞ പോലെ കുറച്ച് സമ്പത്തുണ്ടാകണം, വീടു നിറയെ സ്വർണമുണ്ടാകണം, മരതകമുണ്ടാകണം, ചിപ്പിയുണ്ടാകണം, സ്വർണമുണ്ടാകണം, നാണയങ്ങളുണ്ടാകണം, പണമുണ്ടാകണം എന്നല്ല ഞാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ലൗ അന്ന ഹാദിഹി ദാറ മംലൂഅതൻ റിജാലൻ മിസ്ല അബീ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു വലിയ ഭവനം, ഈ ഭവനം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള കുറേ പുരുഷന്മാർ, കുറേ ധീര പോരാളികൾ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനു വേണ്ടി ത്യാഗോജ്ജലമായ പോരാട്ടങ്ങളും ജീവിതവും ശരീരവും മനസ്സും സമർപ്പിച്ച കുറച്ച് ആണുങ്ങൾ, കുറച്ച് ധീരയോദ്ധാക്കന്മാരുണ്ടായിരുന്നുവെങ്കിൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളൊന്ന് ആലോചിക്കണം, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്രത്തോളം നമ്മുടെ സ്മര്യ പുരുഷനായ അബൂ ഉബൈദത്ത് ബിൻ ആമിർ അൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിന് പ്രാധാന്യം കൊടുത്തിരുന്നു, മഹത്വം കൽപ്പിച്ചിരുന്നുവെന്ന് ഈ വാചകത്തിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഭക്തനായി ജീവിച്ചവരായിരുന്നു ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തൻ്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരു ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അന്ന റജുലൻ ദഖല അല അബി ഉബൈദ റളിയല്ലാഹു അൻഹു, ഒരു മനുഷ്യൻ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. മഹാനവറുകൾ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയമാണ്, കടന്നു ചെന്നു. വഹുവ യബ്കി, അന്നേരം ആ മനുഷ്യൻ കാണുന്നത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. സ്വാഭാവികമായും നേതാവായ സ്വഹാബി വര്യനായ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട റസൂലിൻ്റെ സന്തത സഹചാരിയായ നേതാവായ അമീനു ഹാദിഹിൽ ഉമ്മയായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എന്തിന് കരയുന്നുവെന്ന് അദ്ദേഹം ചോദിച്ചു. മാ യബ്കീക യാ അബാ ഉബൈദ, എന്തൊരു വിഷയമാണ് അങ്ങയെ കരയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങ് കരയുന്നത് എന്തു വിഷയത്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു. ഫഖാല യുബ്കീനി അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദകറ യൗമൻ, എന്നെ കരയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം സ്വഹാബിവര്യന്മാരായ ആളുകളെയൊക്കെ ഇങ്ങനെ കൂട്ടിയിരുത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിയത് ഞാനിങ്ങനെ ഓർത്തു പോവുകയാണ്. എന്താണ് മുത്തുനബി പറഞ്ഞത്? മാ യഫ്തഹില്ലാഹു അലൽ മുസ്ലിമീൻ ഹത്താ ദക്കറ ശാം. റസൂലുള്ളാഹി തങ്ങൾ മുസ്ലിം സമൂഹത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച്, അവർ കീഴടക്കാൻ പോകുന്ന രാജ്യങ്ങളെക്കുറിച്ച്, പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ വിജയവൈജയന്തികളെക്കുറിച്ച്, അതിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളെക്കുറിച്ച്, അതിൻ്റെ വിജയാഘോഷങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ദീർഘമായി സംസാരിച്ച് വിശദീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞു മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹത്താ ദക്കറ ശാം, ഷാം കീഴടക്കുന്നതിനെ കുറിച്ചൊക്കെ വിശദീകരിച്ചു. എന്നിട്ട് നബി തങ്ങൾ അബൂ ഉബൈദ തങ്ങളോട് പറയാണ്, ഫഖാൽ ഇൻ യൻസ മിൻ അജ്ലിക യാ അബാ ഉബൈദ ഫഹസ്ബുക മിനൽ ഖദ്മി സലാസ ഖാദിമുൻ യഖ്ദുമുക വഖാദിമുൻ യുസാഫിറു മഅക വഖാദിമുൻ യഖ്ദുമു അഹ്ലക വയറുദ്ദു അലൈഹിം വഹസ്ബുക മിനദ് ദവാബി സലാസ്. ദീർഘമായൊരു ഹദീസാണ്. ദാബത്തുൽ ലിരിഹ്ലിക വദാബത്തുൽ ലിഗുലാമിക വദാബത്തുൽ ലിസിഖലിക ثم انظر الى
مربطي فقد امتلأ خيلا دوابا وكيف ألقى رسول الله صلى الله عليه وسلم بعد هذا وقد أوصانا رسول الله صلى الله عليه وسلم إن أحبكم إلي وأقربكم مني من لقيني على الحال التي فارقني عليها. ദീർഘമായൊരു ഹദീത്താണ്, നമുക്ക് വിശദീകരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അങ്ങനെ മനുഷ്യന്മാർ, നമ്മുടെ സ്വഹാബിവര്യന്മാർ ഷാമൊക്കെ കീഴടക്കും. എന്നിട്ട് അബൂ ഉബൈദ തങ്ങളോട് റസൂലുള്ളാഹി തങ്ങൾ ഉപദേശിക്കുകയാണ്, അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ, അത്തരമൊരു സന്ദർഭത്തിൽ അബൂ ഉബൈദ അങ്ങ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഫഹസ്ബുക് മിനൽ ഖദ്മി സലാസ, നീ 3 സേവകരെ വെക്കാൻ പാടുള്ളൂ. നിൻ്റെ അടുത്ത് 3 സേവകന്മാരെ ഉണ്ടാകാൻ പറ്റുള്ളൂ. ഖാദിമുകളായിട്ട് 3 പേരെ നിനക്ക് ഉണ്ടാകാൻ പറ്റുള്ളൂ. ആരൊക്കെയാണത്? ഖാദിമുൻ യഖ്ദുമുക്, ഒരു സേവകൻ, ഒരു സെർവൻ്റ്, നിന്നെ സഹായിക്കാൻ ഒരാളുണ്ടായിക്കോട്ടെ. വഖാദിമുൻ യുസാഫിറു മഅക്, അങ്ങ് ദീർഘയാത്ര ചെയ്യേണ്ടയാളാണല്ലോ, യുദ്ധം ചെയ്യേണ്ടയാളാണ്. ദീർഘയാത്ര പോകുമ്പോൾ സ്വാഭാവികമായും യാത്രയിൽ അങ്ങയെ അനുഗമിച്ചു കൊണ്ടൊരു ഖാദിമുണ്ടായിക്കോട്ടെ. പിന്നെ അടുത്തത് പറഞ്ഞത് എന്താണ്? വഖാദിമുൻ യഖ്ദുമു അഹ്ലക വയറുദ്ദു അലൈഹിം, സ്വാഭാവികമായും അങ്ങ് യുദ്ധങ്ങൾക്ക് വേണ്ടി ദീർഘയാത്ര പോകും, ഉമ്മത്തിൻ്റെ പൊതുകാര്യങ്ങൾക്ക് വേണ്ടി ധാരാളമായി ഇടപെടുകയും സേവനം ചെയ്യുകയും ചെയ്യേണ്ടയാളായതുകൊണ്ട് അങ്ങയുടെ കുടുംബത്തെ പരിലാളിക്കാൻ, കുടുംബത്തിനു സേവനം ചെയ്യാൻ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും നീ ഒരു ഖാദിമിനെ വെച്ചുകൊള്ളുക. 3 ഖാദിമീങ്ങളെ നിനക്കുണ്ടാകാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കാലം നിൻ്റെ മുമ്പിൽ കടന്നു വരികയാണെങ്കിൽ, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ നേട്ടങ്ങളും ഒരുപാട് വൈജയന്തികളും കടന്നു വരുമ്പോൾ ഭൗതികമായ നേട്ടങ്ങളിൽ അഭിരമിച്ചു പോകരുത് എന്ന താക്കീതാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിലൂടെ നൽകിയത്. പിന്നെ റസൂലുള്ളാഹി തങ്ങൾ ആവർത്തിച്ചു, അബൂ ഉബൈദ തങ്ങളോടുള്ള ഉപദേശം ആവർത്തിച്ചു കൊണ്ട് പറഞ്ഞു, വഹസ്ബുക മിനദ്ദവാബി സലാസ്, മൃഗമായിട്ടു വാഹനമായിട്ട് നിൻ്റെ കൂടെ 3 വാഹനങ്ങളെ ഉണ്ടാകാൻ പാടുള്ളൂ. 3 വാഹനങ്ങൾ, ദവാബ് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്, മൃഗം. അന്ന് മൃഗമാണല്ലോ കാര്യമായ വാഹനം. ഒട്ടകമായിട്ടോ കുതിരയായിട്ടോ കഴുതിയായിട്ടൊക്കെയാണല്ലോ വാഹനമായിട്ട് ഉപയോഗിച്ചിരുന്നത്. വഹസ്ബുക മിനദ്ദവാബി സലാസ്, വാഹനമായിട്ട് നിനക്ക് 3 വാഹനങ്ങളെ ഉണ്ടാകാൻ പാടുള്ളൂ. ഒന്ന് ദാബത്തുൽ ലിരിഹ്ലിക്, നിൻ്റെ യാത്രാ സൗകര്യത്തിന് വേണ്ടി നീ ഒരു വാഹനം ഉപയോഗിച്ചു കൊള്ളുക. വദാബത്തുൽ ലിസിഖലിക്, നിൻ്റെ ചരക്കുകൾ, നിൻ്റെ യുദ്ധസാമഗ്രികൾ, നിൻ്റെ ആവശ്യങ്ങൾ, നിൻ്റെ വസ്ത്രങ്ങൾ, നിൻ്റെ യുദ്ധസാമഗ്രികൾ, മറ്റു ചരക്കുകൾ. ദീർഘകാല യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായി ഭക്ഷ്യപദാർത്ഥങ്ങളും മറ്റും കൊണ്ടുപോകേണ്ടി വരും. അതിനുവേണ്ടി നീ ഒരു വാഹനം ഉപയോഗിച്ചു കൊള്ളുക. വദാബത്തുൽ ഗുലാമിക്, നിന്നെ സഹായിക്കുന്ന നിൻ്റെ ഗുലാം, നിനക്ക് സേവനം ചെയ്യുന്നയാൾക്ക് വേണ്ടിയും നീ ഒരു വാഹനം ഉപയോഗിച്ചു കൊള്ളുക. ഞാൻ മുത്ത് റസൂലിൻ്റെ ഈ വാചകം, ഈ ഉപദേശം ഇങ്ങനെ ഷാമ് കീഴടക്കിയതിന് ശേഷം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഉപദേശങ്ങൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. സുമ്മ അൻദുറു ഇലാ മർബത്തി, ഞാൻ എൻ്റെ മൃഗങ്ങളൊക്കെ താമസിച്ചുകൊണ്ടിരിക്കുന്ന തൊഴുത്തിലേക്ക് ഇങ്ങനെ നോക്കി. ഖദിം തല ഖൈലൻ ദവാബൻ, അവിടെ ധാരാളം കുതിരകളും മൃഗങ്ങളും നിറഞ്ഞിരിക്കുന്നു. മുത്ത് റസൂൽ എന്നോട് പറഞ്ഞിരുന്നു, എന്നോട് വസിയ്യത്ത് ചെയ്തിരുന്നു, 3 പാടുള്ളൂ എന്ന്. പക്ഷേ ഞാൻ എൻ്റെ മൃഗങ്ങളുടെ തൊഴുത്തിലേക്ക് നോക്കുമ്പോൾ, അവകളെ മേക്കാൻ വിട്ടിരിക്കുന്ന താഴ്വരകളിലേക്ക് നോക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു പോയി, വലിയ വലിയ അപകടത്തിലാണല്ലോ ഞാനുള്ളത്. അതാലോചിച്ചുകൊണ്ട് കരഞ്ഞു പോവുകയാണ്. എന്നിട്ട് ഈ കടന്നു വന്ന മനുഷ്യനോട് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മറുപടി പറയാണ്, വകൈഫ അൽഖാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ ഹാദാ, ഇങ്ങനെയൊരു ഘട്ടത്തിൽ ഞാൻ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടുമുട്ടുക. വഖദ് ഔസാനാ റസൂലുള്ളാഹി, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ സ്വഹാബിവര്യന്മാരോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഇന്ന അഹബ്ബക്കും ഇലയ്യ വ അഖറബക്കും മിന്നി, നിങ്ങളിൽ ഏറ്റവും എന്നോട് ഇഷ്ടമുള്ളയാളും ഏറ്റവും എന്നോട് അടുത്തയാളും മൻ, ഒരുത്തനാണ്. എന്താണ് അവൻ്റെ പ്രത്യേകത? ലഖിയനി അലൽ ഹാലില്ലത്തി ഫാറഖനി അലൈഹാ, അവൻ എന്നെ കണ്ടുമുട്ടുമ്പോൾ അവൻ ഏതൊരവസ്ഥയിലായിരുന്നു അതേ അവസ്ഥയിൽ തന്നെ എന്നെ വിട്ടുപിരിയുകയും ചെയ്തവൻ. അവനെ പിന്നീട് ഞാൻ കണ്ടുമുട്ടുമ്പോൾ അതേ അവസ്ഥയിലാണെങ്കിൽ
അവനാണ് എന്നോട് ഏറ്റവും ഇഷ്ടവും അടുപ്പവുമുള്ളവനെന്ന് ഷഫീഉൽ വറ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ ആലോചിച്ചു പോവുകയാണ്, ഞാൻ മുത്തു റസൂലിനെ കാണുമ്പോൾ എനിക്ക് ഇത്ര മൃഗങ്ങളില്ല, ഇത്ര വാഹനങ്ങളില്ല, ഇത്ര സേവകന്മാരില്ല, ഞാൻ വെറും ഫക്കീറായിരുന്നു, കേവലം യുദ്ധഭടൻ മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് സാമ്രാജ്യങ്ങൾ കീഴടക്കാൻ സാധിച്ചു. വലിയ സൗകര്യങ്ങളും പളവളപ്പും എൻ്റെ മുമ്പിൽ, ഭൗതികമായ സൗകര്യങ്ങളും ആഡംബരങ്ങളും എൻ്റെ മുമ്പിൽ നൃത്തമാടിയിരിക്കുന്നു. അതാലോചിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മുത്തു റസൂലിനെ എങ്ങനെ കാണും എന്നാലോചിച്ചുകൊണ്ട് മുത്തു റസൂലിനെ കണ്ടുമുട്ടാൻ എനിക്ക് കഴിയുമോ എന്നുള്ള ആശങ്ക കൊണ്ട് കരഞ്ഞുപോയതാണെന്ന് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വന്ന സ്വഹാബിയോട് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ. ജീവിതത്തിൻ്റെ സർവ്വസുഖാഡംബരം കടന്നു വരുമ്പോൾ അള്ളാഹുവിനെയും മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും മറന്നുപോയി ഭൗതിക ജീവിതത്തിൽ അഭിരമിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെയൊക്കെ അല്ലേ മഹാനായ അബൂ ഉബൈദ തങ്ങൾ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളൊക്കെ ഒരു ഘട്ടത്തിൽ ആലോചിക്കേണ്ടതില്ലേ? അല്ലെങ്കിലും മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെയല്ലേ? അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ ആറാടുമ്പോൾ അള്ളാഹുവിനെ മറന്നുകൊണ്ട് സർവ്വവിധ ആർമാദങ്ങളിലേക്കും ഭൗതിക സുഖങ്ങളിലേക്കും മനുഷ്യൻ ആഴ്ന്നിറങ്ങുകയും അള്ളാഹു എന്ന വിചാരം, അള്ളാഹുവിനെക്കുറിച്ചുള്ള വിചാരവും ബോധവും നഷ്ടപ്പെടുകയും ചെയ്യുക എന്നത് ഈമാനില്ലായ്മയുടെ ലക്ഷണമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പഴയകാലത്തെ സുഖാഡംബരങ്ങളും സൗകര്യങ്ങളും സ്വഹാബീവര്യന്മാർ വിവിധ യുദ്ധങ്ങളിലൂടെ, ഗനീമത്തിലൂടെ, ഫൈ മുതലിലൂടെയൊക്കെ സമ്പാദിച്ച് വലിയ വലിയ ഭൗതിക വിജയങ്ങൾ അവർക്ക് കിട്ടിയപ്പോൾ പോലും ആത്മീകമായ വിജയങ്ങൾക്കൊരിക്കലും നഷ്ടം സംഭവിക്കരുത് എന്ന് കാർക്കശ്യം പുലർത്തിയിരുന്നുവെന്ന് മഹാന്മാരായ സ്വഹാബീവര്യന്മാർ, പ്രത്യേകിച്ചും അശ്റത്തുൽ മുബശ്ശിറൂനകളായ സ്വഹാബീവര്യന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹും ആ വിഷയത്തിൽ നമുക്ക് വലിയ മാതൃക കാണിച്ചാണ് കടന്നു പോയിട്ടുള്ളത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് പോയ സന്ദർഭം, അവിടെ ഇങ്ങനെ മഹാന്മാരായ സ്വഹാബിവര്യന്മാരൊക്കെ എല്ലാവരും ഇങ്ങനെ റാഹത്തിൽ, സന്തോഷത്തിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചെന്നപ്പോൾ സ്വഹാബിവര്യന്മാരോട് ചോദിച്ചു, ഐന അഖീ, എൻ്റെ സഹോദരൻ എവിടെയാണെന്ന് ചോദിച്ചു. സ്വഹാബത്തൊക്കെ ചോദിച്ചു. ഫഖാലു മൻ അഖൂക യാ അമീറുൽ മുഅ്മിനീൻ, പ്രിയപ്പെട്ട അമീറുൽ മുഅ്മിനീൻ, അങ്ങയുടെ സഹോദരൻ ആരാണ്? അങ്ങ് സഹോദരൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ആരാണെന്ന് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെയാണ് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ദേശിക്കുന്നത്. ഞാൻ അബൂ ഉബൈദ തങ്ങളെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. ഫഖാലു യഅതീകൽ ആൻ, കുറച്ച് കഴിഞ്ഞാൽ മൂപ്പര് വരും, ഞങ്ങളുടെ നേതാവാണല്ലോ, ഞങ്ങളുടെ സൈനിക തലവനാണല്ലോ, കുറച്ച് കഴിഞ്ഞാൽ മൂപ്പര് എത്തുമെന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് അബൂ ഉബൈദത്ത് ഇബ്നു ആമിറുൽ ജറാഹ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. സ്വാഭാവികമായി ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വീട്ടിൽ ചെന്നപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങളെ വീട്ടിൽ എന്തൊക്കെയാണ് ഉള്ളത്, നിങ്ങളെ സമ്പത്തൊക്കെ ഒന്ന് കാണട്ടെ എന്ന് ചോദിച്ചു. ഖലീഫയാണല്ലോ. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിൽ ചെന്നിട്ട് അബൂ ഉബൈദ റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ ഇങ്ങനെ പരിശോധിക്കുകയാണ്, എന്തൊക്കെ ഇവിടെ ഉള്ളത്. സൈനിക നേതാവാകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ സാധനങ്ങൾ ഉണ്ടാകണമല്ലോ, നേതാവല്ലേ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഇങ്ങനെ പരിശോധിച്ചിട്ട് നോക്കിയപ്പോൾ കാര്യമായിട്ടൊന്നും കാണാനില്ല. അവിടെ കണ്ടത് ഒരു വാള് കണ്ട്, മഹാനവർകൾ യുദ്ധത്തിന് ഉപയോഗിക്കുന്നൊരു വാള് കണ്ട്. പിന്നെ നോക്കിയപ്പോൾ ഒരു പരിച കാണുന്നുണ്ട്. പിന്നൊന്നും കൂടി നോക്കിയപ്പോൾ വാഹനത്തിൻ്റെ കടിഞ്ഞാണ്, മൃഗത്തിൻ്റെ കടിഞ്ഞാണായിട്ട് ഉപയോഗിക്കുന്നൊരു സാധനം കാണുന്നുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സ്വാഭാവികമായും അബൂ ഉബൈദ തങ്ങളോട് ചോദിച്ചു. ഫഖാല അലത്തഖദ സുഹാബുക് യാ അബാ ഉബൈദ, അബൂ ഉബൈദ തങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ പാടെ സംഭരിച്ച പോലെ, ശേഖരിച്ച പോലെ നിങ്ങളൊന്നും എടുക്കുകയും ചെയ്തില്ലേ? ഇത്രയും സാമ്പത്തികമായ അഭിവൃദ്ധി വന്നപ്പോഴും സമരാർജിത സമ്പത്തുകൾ നിങ്ങളുടെ മുമ്പിൽ കുന്നുകൂടിയപ്പോഴും അങ്ങൊന്നും എടുത്തില്ലേ എന്ന്. ഫഖാല അബൂ ഉബൈദ, അന്നേരം അബൂ ഉബൈദ തങ്ങൾ മറുപടി പറഞ്ഞു, ഹാദാ സയബ്ലുഗനിയൽ മഖീൽ, ഇതെന്നെ വർത്താനം പറയാൻ തന്നെ എത്രയോ ധാരാളമാണ്, ഇതെന്നെ എമ്പാടുമാണ് എന്ന് മഹാനവറുകൾ മറുപടി പറഞ്ഞു. ഇതെന്നെ എനിക്ക് ധാരാളമാണ്, ഈ സമ്പത്ത് തന്നെ, ഈ കുതിരയും ഈ പരിചയും
ഈ വാളുമൊക്കെ എനിക്ക് ധാരാളമാണെന്ന് മഹാനവറുകൾ പറയുകയുണ്ടായി. അന്നേരം മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വാചകമുണ്ട്, ഒരു മറുപടി വാക്യമുണ്ട്. നമ്മൾ മുഅ്മിനീങ്ങളായ ആളുകളൊക്കെ നന്നായി പഠിക്കുകയും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട മാതൃകാ വചനമാണത്. ഫഖാല ഉമർ ഗയ്യറത്ന ദുനിയാ ഗൈറക അബാ ഉബൈദ. അബൂ ഉബൈദ തങ്ങളെ, ഞങ്ങളെയൊക്കെ ദുനിയാവ് വഞ്ചിച്ചിരിക്കുന്നു, പക്ഷെ ഗൈറക്, അങ്ങേ ദുനിയാവിന് വഞ്ചിക്കാൻ സാധിച്ചിട്ടില്ല, അങ്ങ് വിജയിച്ചിരിക്കുന്നു. ഗയ്യറത്ന ദുനിയാ ഗൈറക അബാ ഉബൈദ. അബൂ ഉബൈദ തങ്ങളെ, അങ്ങേ ദുനിയാവ് വഞ്ചിച്ചിട്ടില്ല, ഞങ്ങളെയൊക്കെ ദുനിയാവ് വഞ്ചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു സങ്കടം പറഞ്ഞു. മഹാനായ അബൂ ഉബൈദ തങ്ങളെ ആശീർവദിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്നതായിട്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. കേവലം സുഹൃദായിട്ട് ജീവിക്കുകയല്ല ചെയ്തത് മഹാനായ അബൂ ഉബൈദ തങ്ങൾ, സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നതിൻ്റെ കൂടെ മറ്റുള്ളവരെയും അതിന് പ്രേരിപ്പിച്ചു എന്നുകൂടി നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നു. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഒരിക്കൽ സൈനികരുടെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദീർഘമായ യാത്രയാണ്. യാത്ര ഇങ്ങനെ പോയിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടി ഒരിടത്ത് ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. മഹാനവറുകൾ നല്ല ഉപദേശങ്ങൾ നടത്തി, നല്ല മൗഇദത്തുകൾ നടത്തുന്നുണ്ട്. ആ ഉപദേശങ്ങളിൽ ഇങ്ങനെ കാണുന്നുണ്ട്, അലാ റുബ്ബ മുബയ്യദിൻ ലിസിയാബിഹി മുദന്നസിൻ ലിദീനി അലാ റുബ്ബ മുക്രിമിൻ ലിനഫ്സിഹി വഹുവ ലഹാ മുഹീൻ ഇദർ ഉസ്സയ്യിആതി ബിൽ ഹസനാതിൽ ഹദീസാത് ഫലൗ കാന അഹദുകും ആമില മിനസ് സയ്യിആതി മാ ബൈനഹു വബൈന السماء ثم عمل حسنة لعلت فوق سيئاته حتى تقهرهن. ആ ഹദീസിൻ്റെ രത്നച്ചുരുക്കം ആശയം നമുക്കിങ്ങനെ പറയാൻ പറ്റും. എത്രയെത്ര വെള്ള വസ്ത്രം ധരിച്ച ആളുകളാണ്, എന്നാൽ മുദന്നസില്ലി ദീനിഹി, ദീന് വളരെ മലിനമായിരിക്കുന്നു, ചളി പുരണ്ട ദീനുമായി. നല്ല അടിപൊളി തുണിയും കുപ്പായൊക്കെ ഇട്ടിങ്ങനെ നടക്കും, പക്ഷേ ഖൽബ് വളരെ മോശമാണ്. അങ്ങനെ എത്ര ആളുകളുണ്ട്. അല റുബ്ബ മുബയ്യദിൻ ലിസിയാബിഹി മുദന്നസില്ലി ദീനിഹി, ദീനവൻ്റെ കയ്യിലില്ല, വലിയ വാചോടോപം സംസാരിക്കും, ദീനുണ്ടെന്ന് ഉദ്ഘോഷിക്കും, ആളുകളുടെ കൂട്ടത്തിൽ നോക്കിയാൽ നല്ല വസ്ത്രമൊക്കെ അണിഞ്ഞിങ്ങനെ നടക്കുന്നുണ്ടാകും, പക്ഷേ അവൻ്റെ കയ്യിൽ പരിശുദ്ധമായ ദീനോ ഈമാനിക ചര്യയോ ഈമാനികമായ വെളിച്ചമോ ദീനിയായ പ്രവർത്തനങ്ങൾ അവൻ്റെ പങ്കാളിത്തമോ ഉണ്ടാവുകയില്ല. അങ്ങനെ എത്ര ആളുകളുണ്ട്. പിന്നെയും കുറേ ആളുകളുണ്ട്. അലാ റുബ്ബ മുക്രിമിൻ ലിനഫ്സിഹി, സ്വന്തം നഫ്സിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. എന്നാൽ വഹുവ ലഹാ മഹീൻ, പക്ഷേ അവൻ്റെ നഫ്സിൻ്റെ കാര്യത്തിൽ വളരെ നിന്ദ്യനാണ്. അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എത്ര ആളുകളുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പഴയതായി നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾക്കു പകരമായി നിങ്ങൾ പുതിയതായ നന്മകൾ കൊണ്ട് പ്രതിരോധം തീർക്കണേ. മനുഷ്യനാണ്, സ്വാഭാവികമായും തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ കടന്നു വരും, അത് മനുഷ്യ സഹജമായ കാര്യമാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ നന്മകൾ ചെയ്തുകൊണ്ട് അതിനെ മായ്ച്ചു കളയാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. ആരെങ്കിലും വലിയ തെറ്റു ചെയ്തു, എത്രത്തോളം എന്ന് വെച്ചാൽ മാ ബൈനഹു വബൈനസ് സമാ, അവനും അവൻ്റെ ആകാശത്തോളം വലുപ്പമുള്ള വലിയ തെറ്റുകൾ ഒരാൾ ചെയ്തു, എന്നിട്ട് പിന്നെ അവൻ വല്ല നന്മയും ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു പക്ഷേ ആ നന്മ സ്വീകരിച്ചതിൻ്റെ പേരിൽ ആ നന്മകൾ കൊണ്ടവൻ്റെ തിന്മയെ അതിന് അതിജയിക്കാൻ, ആധിപത്യം സ്ഥാപിക്കാൻ, ആ തിന്മകളെ ഇല്ലാതാക്കാൻ അവനൊരു പക്ഷേ സാധ്യമാകുമെന്ന് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു തൻ്റെ സൈനിക വ്യൂഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഉപദേശിച്ചു പഠിപ്പിക്കുകയും പരിത്യാഗത്തിൻ്റെയും പരിശുദ്ധമായ ദീനി ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടതിൻ്റെയും മഹത്വം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറെ ശ്രദ്ധിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട ഒരു വലിയ ഉപദേശമാണത്. സത്യമാണല്ലോ, നമ്മുടെ സമൂഹത്തിലൊക്കെ പ്രമാണിമാരായ ആളുകൾ, ധനികരായ ആളുകൾ, സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ, രാഷ്ട്രീയ അസ്തിത്വമുള്ള ആളുകൾ, നേതൃനിരയിൽ നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട്. നല്ല പ്രൗഢമായ വസ്ത്രങ്ങൾ ധരിച്ചാണ് അവർ നടക്കുക, പക്ഷേ വമുദന്നസിൻ ലിദീനിഹി, അവരുടെ കയ്യിൽ ദീനുണ്ടാവുകയില്ല, ഹുസ്നുൽ ഖുലുഖ് അവർക്കുണ്ടാവുകയില്ല, തവാദു അവർക്കുണ്ടാകില്ല, വിനയാന്യതരായി ജീവിക്കാൻ അവർക്കറിയില്ല.
ആളുകളുടെ കൂട്ടത്തിൽ വളരെ ജാഹോടുകൂടി അഹങ്കാരത്തോടുകൂടി ഞാൻ വലിയവനാണെന്ന നാട്യത്തോടുകൂടി ഞാൻ അറിവുള്ളവനാണ് പണ്ഡിതനാണെന്ന ഭാവേന ആളുകളുടെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കാര്യങ്ങൾ വരുമ്പോഴേക്ക് വിനയമൊക്കെ പോയി അഹങ്കാരത്തിൻ്റെ വലിയ ഈഗോ തലയിൽ ചുമന്ന് നടക്കുന്ന എത്രയോ പണ്ഡിതന്മാരുണ്ട്, എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, എത്രയോ ഉലമാ ഉണ്ട്, എത്രയോ ഉമറ ഉണ്ട്. അവരെയൊക്കെ മഹാനായ അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ദീർഘ ഉപദേശങ്ങളിലൂടെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു മഹാനവറുകളുടെ ഉപദേശ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇൻ അദറക്കനി അജലി വ അബൂ ഉബൈദ ഹയ്യുൻ. എൻ്റെ അന്ത്യാവസാനം കടന്നു വരുന്ന സമയത്ത്, ഞാൻ ഇവിടെ നിന്ന് യാത്ര പിരിഞ്ഞു പോകുന്ന സമയത്ത് അബൂ ഉബൈദ തങ്ങളെങ്ങാനും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇസ്തഖ്ലഫ്തുഹു, ഞാൻ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി നിയോഗിക്കും. ഇൻ സഅലനി അല്ലാഹു, അല്ലാഹു എങ്ങാനും എന്നോട് ചോദിച്ചാൽ ലിമസ്തഖ്ലഫ്തഹു അല ഉമ്മത്തി മുഹമ്മദ്, എന്തുകൊണ്ടാണ് അങ്ങ് അബൂ ഉബൈദ തങ്ങളെ ഖലീഫയായി നിയോഗിച്ചത് എന്ന് ചോദിച്ചാൽ ഞാൻ മറുപടി പറയും, ഖുൽതു ഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് മറുപടി കൊടുക്കും. എന്താണ് ആ മറുപടി? ഇന്ന ലികുല്ലി ഉമ്മത്തിൻ അമീനൻ വ അമീനു ഹാദിഹിൽ ഉമ്മത്തി അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് വചനം, ആപ്തവാക്യം, അബൂ ഉബൈദ തങ്ങൾക്ക് അല്ലാഹുവിൻ്റെ റസൂൽ നൽകിയ ഏറ്റവും വലിയ അംഗീകാരത്തിൻ്റെ വാക്യം ഞാൻ മറുപടി പറയുമെന്ന് ഉമർ റളിയല്ലാഹുവിൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിക്കണം, ഈ സമൂഹത്തിൻ്റെ ഏറ്റവും ഖവിയുൽ അമീനായ വിശ്വസ്തനായ നേതാവാരാണെന്ന് മുത്തു റസൂല് സാക്ഷ്യം കൊടുത്ത അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ മൂന്നാമത്തെ ഖലീഫയായി നിയോഗിക്കാൻ ഞാൻ സന്നദ്ധനാണെന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഒന്നാമത്തെ ഖലീഫയായി നിയോഗിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു താല്പര്യപ്പെട്ടിരുന്നു. ആ സംഭവം നമ്മൾ കഴിഞ്ഞ പാർട്ടുകളിൽ പറയുകയുണ്ടായി. അന്നേരം മഹാനായ അബൂ ഉബൈദ തങ്ങൾ കൊടുത്ത മറുപടി എന്താണ്? മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതകാലത്ത് ഇമാമായി നമസ്കരിക്കാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയും ഫഅമ്മന, നമുക്ക് ഇമാമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമായി നിൽക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സ്വഹാബി വര്യൻ ജീവിച്ചിരിക്കെ അദ്ദേഹത്തിനപ്പുറത്തേക്ക് ഞാനൊരു ഖലീഫയായി ബൈഅത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അതിനെന്നെ കിട്ടുകയില്ലെന്ന് സന്നിഗ്ധമായി പ്രഖ്യാപിച്ച അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. ആ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വം ഉമർ റളിയല്ലാഹു അൻഹു ദീർഘമായി സംസാരിക്കുന്നത് പലയിടത്തും നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അറിവിൻ്റെ വലിയ മേഖലകളിൽ ജ്വലിച്ചു നിന്ന മഹാനാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. യമനിലെ ഒരു വിഭാഗം ആളുകൾ, യമൻ എന്ന് പറയുന്നതിന് ഇൽമിൻ്റെ വൈജ്ഞാനിക മേഖലയുടെ ഒരു തറവാടാണല്ലോ, കേന്ദ്രമാണല്ലോ. അൽ ഈമാനു യമാനിയ്യുൻ വൽ ഹിക്മത്തു യമാനിയ്യ എന്നാണല്ലോ പരാമർശം. വിജ്ഞാനമെന്ന് പറയുന്നത്, തത്വജ്ഞാനമെന്ന് പറയുന്നത് യമനിൻ്റെ പാരമ്പര്യമാണ് എന്ന് ഒരു പ്രത്യേകമായ പാഠം തന്നെ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ മുത്തു റസൂലിൻ്റെ ഹദീസുകളിലൂടെ. ആ യമനിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് ഞങ്ങളെ ദീന് പഠിപ്പിക്കാൻ ആരെങ്കിലും പറഞ്ഞയച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർ ആവശ്യപ്പെട്ടത് ഇങ്ങനെയാണ്: ഇബ്അസ് മഅനാ റജുലൻ യുഅല്ലിമുനാ കിതാബൻ വസ്സുന്ന. വേറെ ചില റിവായത്തുകളിൽ കാണാനുള്ളത് ഇബ്അസ് മഅനാ റജുലൻ യുഅല്ലിമുനാ കിതാബ റബ്ബിന വസ്സുന്ന എന്നാണ്. റസൂലേ, ഞങ്ങൾക്കൊരു നേതാവിനെ അയച്ചു തരണം. ആ നേതാവിനുണ്ടാവേണ്ട ക്വാളിറ്റി എന്താണ്? യുഅല്ലിമുനാ കിതാബ റബ്ബിന, പരിശുദ്ധമായ ഖുർആനിൻ്റെ അധ്യാപനങ്ങളെ ഞങ്ങൾക്ക് അധ്യാപനം നടത്താൻ കഴിയുന്നയാളായിരിക്കണം. വസ്സുന്ന, മുത്തു റസൂലിൻ്റെ തിരുചര്യകളെ, പരിശുദ്ധമായ ആശയങ്ങളെ, ഹദീസ് വചനങ്ങളെ, മുത്തു റസൂലിൻ്റെ ദീനീ പാഠങ്ങളെ, തഅലീം ദീനിയ, അത് പഠിപ്പിക്കാൻ സാധിക്കുന്ന ഒരാളെ ഞങ്ങൾക്ക് അയച്ചു തരണേ എന്ന് പറഞ്ഞപ്പോൾ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഉബൈദ തങ്ങളെ വിളിച്ചിട്ട് കൈ പിടിച്ചിട്ട് അവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഫദഫഅഹു ഇലൈഹിം എന്നാണ് കാണാൻ സാധിക്കുന്നത്. അവരിലേക്ക് അബൂ ഉബൈദ തങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ്. അറിവിൻ്റെ ചക്രവാളങ്ങളിൽ ജ്വലിച്ചു നിൽക്കാൻ സാധിച്ചവരായിരുന്നു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു.
പക്ഷെ ഒരു കാര്യം നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കേണ്ടതുണ്ട്, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ഒരാളല്ല. മഹാനായ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ പഠനം നടത്തിയതുപോലെ വളരെ കുറഞ്ഞ ഹദീസുകളെ മഹാനവറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. മഹാന്മാരായ വലിയ സ്വഹാബിവര്യന്മാരിൽ പലർക്കും ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പലർക്കും പല കാരണങ്ങളുണ്ടായിരുന്നു. ചിലരുടേത് സൂക്ഷ്മതയായിരുന്നു. സുബൈർ റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞത് സൂക്ഷ്മതയുടെ ഭാഗമായിട്ടാണ്. എന്നാൽ ചില ആളുകൾക്ക് അതിന് സമയം കിട്ടിയിട്ടില്ല. ചില ആളുകളൊക്കെ യുദ്ധങ്ങളിലും മറ്റു ഇമാറത്തിൻ്റെ വിഷയങ്ങളിൽ, ഖിലാഫത്തിൻ്റെ വിഷയങ്ങളിൽ, മറ്റു ഭരണപരമായ കാര്യങ്ങളിൽ, രാഷ്ട്രീയപരമായ തീരുമാനങ്ങളിൽ, രാജ്യത്തിൻ്റെ പുരോഗതി, പരിശുദ്ധമായ ദീനിൻ്റെ സൈനികമായ നിലനിൽപ്പിനും മറ്റുമൊക്കെയുള്ള തീവ്രയത്നങ്ങളിൽ ഏർപ്പെട്ടവരായിരുന്നു എന്നൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. ബുഖാരിയിൽ മഹാനായ അബൂ ഉബൈദ തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ കാണാനില്ല എന്നാണ് നമ്മുടെ മനസ്സിലാക്കൽ. എന്നാൽ സ്വഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസുണ്ട്, തുർമുദിയിൽ ഒരു ഹദീസ് കാണാനുണ്ട്. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുസ്നദിൽ 12 ഹദീസുകൾ ഉണ്ടെങ്കിലും അതിൽ ആവർത്തനം ഒഴിവാക്കിയാൽ 7 ഹദീസുകളാണുള്ളത്. എന്നാൽ മുസ്നദ് അബീ അലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 9 ഹദീസുകളാണെങ്കിൽ ആവർത്തനം ഒഴിവാക്കിയാൽ 7 ഹദീസുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. മുആദ് റളിയല്ലാഹു അൻഹു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ സ്മരിച്ചുകൊണ്ടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, വല്ലാഹി, അല്ലാഹുവിനെ തന്നെ സത്യം, ഇന്നഹു ലഖൈറും മൻ ബഖിയ അലൽ അർള്, ഭൂമിയിൽ അവശേഷിക്കുന്നവരിൽ ഏറ്റവും നന്മയുള്ളയാളാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുന്നതായി കാണാൻ സാധിക്കുന്നു. ഏറെ മഹത്വങ്ങൾ നിറഞ്ഞ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ദീനിൻ്റെ സേവനങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് കടന്നുപോയത് ഏറെ കൗതുകത്തോടെയും ആശ്ചര്യത്തോടെയും ചരിത്രഗ്രന്ഥങ്ങളിൽ വായിക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ സമയവും സന്ദർഭവും ജീവിതവും സമ്പത്തുമൊക്കെ ചെലവഴിച്ചപ്പോൾ ഇനിയും ഇവിടെ ഈ ഭൗതിക ലോകത്ത് കുറേ സുഖസൗകര്യങ്ങളിൽ ജീവിക്കാൻ മഹാനവറുകൾ താല്പര്യപ്പെട്ടില്ല. എത്രത്തോളമെന്ന് വെച്ചാൽ വലിയ പ്രതിസന്ധികൾ മുന്നിൽ കടന്നു വന്നു. ആ പ്രതിസന്ധികളെ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി സമർപ്പിച്ചുകൊണ്ട് വലിയ രോഗം പിടിപെട്ടാണ് മഹാനവറുകൾ ഈ ഭൗതിക ലോകത്തോട് വിട പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു യുദ്ധത്തിനു വേണ്ടി, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അങ്ങകലെ പോയ സന്ദർഭത്തിൽ അവിടെ വലിയ പ്ലേഗ് രോഗം പടരുകയുണ്ടായി. ഇത് വലിയ ചരിത്ര സംഭവമാണ്. ഷാമിൽ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു സൈന്യം ഇങ്ങനെ യുദ്ധങ്ങളൊക്കെ ചെയ്ത് വിശ്രമിച്ച് കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് വലിയ പ്ലേഗ് രോഗം ബാധിച്ചത്. ജനങ്ങളൊക്കെ ഓരോന്നോരോന്നായി വിട പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭം, സ്വഹാബികൾ ഒരുപാട് ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭം, ആ രാജ്യത്തുള്ള ആ ഭാഗത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ, അന്ന് പഴയ കാലമാണല്ലോ, ചെറിയൊരു കോവിഡ് വന്നപ്പോഴേ നമ്മളൊക്കെ ഭയപ്പെട്ടില്ലേ? ഇത്രയും ശാസ്ത്രീയമായി പുരോഗമിച്ച് ജീവിത സൗകര്യങ്ങളും ചികിത്സാ സൗകര്യങ്ങളുമൊക്കെ ഏറെയുള്ള ഈ കാലത്ത് പോലും നമ്മൾ ഭയപ്പെട്ടുവെങ്കിൽ അന്ന് അത്രത്തോളം പുരോഗതിയില്ലല്ലോ. അങ്ങനെ പ്ലേഗ് രോഗം പിടിപെട്ട് ഒരുപാട് ആളുകൾ മരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വിവരം ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലെത്തുന്നു. സ്വാഭാവികമായി മഹാനവറുകൾ ചിന്തിച്ചു, അബൂ ഉബൈദയെ പോലെയുള്ള വലിയ വലിയ ആളുകൾ പ്ലേഗ് രോഗം പിടിച്ചു മരണപ്പെട്ടാൽ അത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ പുരോഗതിക്ക് നഷ്ടമാണ്, തടസ്സമാണെന്ന് തിരിച്ചറിഞ്ഞ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ഉബൈദ തങ്ങൾക്കൊരു കത്തെഴുതി. ആ കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് നിങ്ങളെ വളരെ അത്യാവശ്യമായ ആവശ്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു വരണമെന്നായിരുന്നു. എത്രത്തോളം എന്ന് പറയുന്നു? ആ കത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഈ കത്തു നിങ്ങൾക്ക് ലഭിക്കുന്നത് പകലാണെങ്കിൽ രാത്രിയാകുന്നതിന് മുമ്പ് നിങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരണം. ഈ കത്ത് നിങ്ങൾക്ക് രാത്രിയാണ് കിട്ടുന്നതെങ്കിൽ പകലാകുന്നതിന് മുമ്പ് നിങ്ങൾ തിരിച്ചു പോരണമെന്നാണ് ആ കത്തിൻ്റെ ഉള്ളടക്കമുണ്ടായിരുന്നത്. അല്ലാ തുസ്ബിഹ ഹത്താ തർകബ ഇലൈ വഇൻ അതാക നഹാറൻ ഫഇന്നി അഅസിമു അലൈക അല്ലാ തുംസിയ ഹത്താ തർകബ ഇലൈ എന്നാണ് ആ കത്തിലുള്ള പ്രയോഗം. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന് കത്ത് കിട്ടി. മഹാനവറുകൾ കത്ത് വായിച്ചു.
അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ആവശ്യമെന്തെന്ന് തിരിച്ചറിയുകയും ചെയ്തു. ആ കത്തിൻ്റെ ഉള്ളടക്കം ഇതായിരുന്നുവല്ലോ, അബൂ ഉബൈദ അങ്ങ് തിരിച്ചു പോരണമെന്നായിരുന്നു. അബൂ ഉബൈദ റളിയല്ലാഹുവിന് കത്തിൻ്റെ ഉള്ളടക്കം മനസ്സിലായി. ഞാനിവിടെ നിന്ന് തിരിച്ചുപോയി അവിടെ ചെന്ന് ഉമർ റളിയല്ലാഹുവിനെ സഹായിക്കണം, അതാണ് വസ്തുത. പക്ഷെ അബൂ ഉബൈദ തങ്ങൾ ചിന്തിച്ചത് അതല്ല. ഞാൻ എൻ്റെ സൈന്യത്തെ ഇവിടെ അവശേഷിപ്പിച്ചു ഞാൻ തിരിച്ചു പോയാൽ ഒരു പക്ഷേ ഞാൻ എൻ്റെ ജീവിതവും എൻ്റെ ശരീരവും എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചേക്കാം. പക്ഷെ ഞാൻ കൊണ്ടുവന്ന എൻ്റെ സൈന്യം, എൻ്റെ അനുയായികൾ എന്നെ വിശ്വസിച്ചേൽപ്പിച്ച് ഇവിടെ വന്ന എൻ്റെ പ്രിയപ്പെട്ട സൈന്യം ഇവിടെ മരണപ്പെടുകയും പ്ലേഗ് രോഗത്തിന് വിധേയപ്പെടുകയും മരണപ്പെടുകയും ചെയ്യുന്നത് എനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഞാൻ അവശേഷിക്കും, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ അനുയായികൾ മരണപ്പെട്ടു പോകുമെന്നത് അതെനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുകൊണ്ട് വളരെ വിനയപൂർവ്വം മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന് തിരിച്ചു മറുപടി കത്തെഴുതി. എന്താണ് ആ മറുപടി? ഇന്നി ഖദ് അറഫ്തു ഹാജതക ഇലയ്യ യാ അമീറൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ അങ്ങയുടെ ആവശ്യം എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചിരിക്കുന്നു. ഇന്നി ഫീ ജുന്ദിൻ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളുടെ സൈന്യത്തിൻ്റെ നേതാവായി തലവനായിട്ട് ഇവിടെ സൈന്യത്തിനിടയിലാണ്. വലാ അജിദു ബിനഫ്സി റഗ്ബതൻ അനില്ലദി യുസീബുഹും, എനിക്കു സംഭവിക്കാതിരിക്കുന്ന സംഗതി അവർക്കും സംഭവിക്കാതിരിക്കാനേ ഞാൻ താല്പര്യപ്പെടുന്നുള്ളൂ. അവർക്ക് സംഭവിക്കുന്ന സംഗതി എനിക്ക് സംഭവിക്കാതിരിക്കലിന് ഞാൻ ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല. എനിക്ക് പ്ലേഗൊന്നും ബാധിക്കാതെ ഞാൻ രക്ഷപ്പെടുക, എൻ്റെ പ്രിയപ്പെട്ട അനുയായികൾ മരിച്ചു പോവുക എന്നത് എനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, എനിക്കതിന് താല്പര്യമില്ലെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങ് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമെന്ന വിനയപൂർവ്വമുള്ള മറുപടി കത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് മഹാനവർകൾ കത്തെഴുതി തിരിച്ച് മറുപടി കൊടുത്തു. ആ കത്തുമായി ദൂതൻ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തെത്തി. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കത്ത് തുറന്ന് വായിച്ചു. ഹത്താ ഫാലത്ത് ഐനാ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ രണ്ട് കണ്ണും സജലമായി, കണ്ണുനീർത്തുള്ളികൾ ഒലിച്ചിറങ്ങാൻ തുടങ്ങി. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പരിസരത്തുള്ളവരൊക്കെ ഇങ്ങനെ ചോദിച്ചു. ഫഖാല ലഹു മൻ ഇൻദ, ഭയങ്കരമായി കരയുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, മാത അബൂ ഉബൈദ യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ അബൂ ഉബൈദ തങ്ങളെങ്ങാനും മരിച്ചുപോയോ, അങ്ങെന്തിനാണ് ഇങ്ങനെ വിലപിക്കുന്നത് എന്ന്. അന്നേരം ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു. ഫഖാല ലാ വലാകിന്നൽ മൗത മിൻഹു ഖരീബ്, മരണപ്പെട്ടിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണമെടുത്തിരിക്കുന്നു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ സംഭവിച്ചു. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന് വലിയ ത്വാഊൻ, വലിയ രോഗം, മാരക രോഗം പിടിപെട്ടു. മഹാനവറുകളുടെ മരണമാസന്നമായി എന്ന് കണ്ടപ്പോൾ സൈനികരെയൊക്കെ എല്ലാവരെയും മഹാനായ അബൂ ഉബൈദ തങ്ങൾ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഇന്നി മൂസീക്കും ബി വസിയ്യത്തിൻ ഇൻ ഖബിൽതുമുഹാ ലൻ തസാലൂ ബി ഖൈറിൻ, ഞാൻ നിങ്ങളൊരു വസിയ്യത്ത് ചെയ്ത് ഏൽപ്പിക്കുകയാണ്. ആ വസിയ്യത്തിനെ നിങ്ങൾ പാലിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് ഖൈറു നിലനിൽക്കുക തന്നെ ചെയ്യും. ഇൻ ഖബിൽതുമുഹാ ലൻ തസാലൂ ബി ഖൈറിൻ. എന്നിട്ട് മഹാനായ അബൂ ഉബൈദ തങ്ങളൊരു വസിയ്യത്ത് നടത്തി. അവിടുത്തെ സൈന്യത്തോടെ നടത്തിയ വസിയ്യത്താണെങ്കിൽ പോലും നമ്മളെപ്പോലെയുള്ള സാധുക്കളായ മുഅ്മിനീങ്ങളും ഉൾക്കൊള്ളേണ്ട ഒരു വസിയ്യത്താണത്. ഒന്നാമതായി പറഞ്ഞു, അഖീമുസ്സലാ, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. പരിശുദ്ധമായ നമസ്കാരത്തെ 5 നേരവും നിങ്ങൾ കൃത്യമായി കഴിയുന്ന ആളുകളൊക്കെ ജമാഅത്തായിട്ടു തന്നെ നിർവഹിക്കൂ എന്ന്. വആതു സകാത്ത, സകാത്തിനെ നിങ്ങൾ നിർബന്ധമായും നിർവഹിച്ചു കൊടുക്കണം. വസൂമു ഷഹ്റ റമളാൻ, പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം. വതസദ്ദഖു വഹജ്ജു വഅതമിറു വതവാസൗ, നിങ്ങൾ ഹജ്ജു ചെയ്യണം, ഉംറ ചെയ്യാൻ ശ്രമിക്കണം, പരസ്പരം വസിയ്യത്ത് ചെയ്യണം. നിങ്ങളിലെ ഉമറായിനും നിങ്ങളിലെ ഉലമായിനും നിങ്ങൾ നന്മ കാക്ഷിക്കണം. വൻസഹൂ ലി ഉമറായിക്കും ഉലമായിക്കും, നിങ്ങളുടെ ഉലമായിനും നിങ്ങളുടെ പണ്ഡിതന്മാർക്കും നിങ്ങളുടെ ഉമറായിനും കൈകാര്യം ചെയ്യുന്ന കൈകാര്യകർത്താക്കളായ ആളുകൾക്കും നിങ്ങൾ നന്മ കാക്ഷിക്കണം, ഗുണം കാക്ഷിക്കണമെന്ന് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഉപദേശിക്കാണ്. ഉപദേശം അവസാനിച്ചില്ല. വലാ തുൽഹികുമുദ്ദുനിയാ, ദുന്യാവൊരിക്കലും നിങ്ങളെ നശിപ്പിച്ചുകൂടാ, ദുന്യാവിൻ്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. ഒരാൾക്ക് ദീർഘായുസ് ലഭിച്ചു എന്നതുകൊണ്ടൊന്നും ഇവിടെ ഒരു ഗുണമില്ല. ആ ആയുഷ്കാലത്തിനിടക്ക് അള്ളാഹുവിന് വേണ്ടി തൻ്റെ ജീവിതത്തെ അള്ളാഹുവിൻ്റെ വജ്ഹിനു വേണ്ടി സമർപ്പിച്ചാൽ മാത്രമേ അവന് ഗുണമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ
അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ പരിശുദ്ധമായ ദുനിയാവിനെ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു മരണം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവൻ മയ്യിത്താവുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ മരണത്തെ ഒരിക്കലും ഭയപ്പെട്ടുകൂടാ. എനിക്ക് മരണത്തിൻ്റെ സമയമായി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോകും. ഓരോരുത്തർക്കും അള്ളാഹു കണക്കാക്കിയ ഖദർ ഖലാഇൻ്റെ സമയമെത്തുമ്പോൾ തിരിച്ചു പോകും. അതുകൊണ്ട് നിങ്ങൾ മരണത്തെ ഒട്ടും ഭയപ്പെടേണ്ടതില്ല എന്ന വലിയ ഉപദേശം മഹാനവർകൾ വസിയ്യത്തായിട്ട് കൊടുക്കുകയുണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു തൊട്ടടുത്തുള്ള നേതാവായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ മുആദ് സ്വല്ലി ബിന്നാസ്. മുആദേ, നിങ്ങൾ ജനങ്ങളെ വെച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട് നമസ്കരിച്ചു കൊള്ളുക എന്ന്. മയ്യത്ത് നമസ്കരിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. മരണത്തിന് വേണ്ടി എല്ലാ നിലക്കും ഒരുങ്ങി അനുയായി വൃന്ദത്തെ പരിശുദ്ധമായ ദീനിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ഖാഇദകളും പ്രധാനപ്പെട്ട ആശയധാരകൾ മുഴുവൻ അസന്നിഗ്ധമായി പഠിപ്പിച്ചു കൊടുത്ത് അതൊരു വസിയ്യത്തായി കൊടുത്ത് നിങ്ങളതിൽ നിലനിൽക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് ഖൈറുണ്ടാകും, നന്മയുണ്ടാകുമെന്ന് പഠിപ്പിച്ചതിന് ശേഷം പറഞ്ഞു, എൻ്റെ മരണമായി കഴിഞ്ഞാൽ മുആദേ നിങ്ങൾ നമസ്കരിക്കണം. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് മഹാനവറുകളുടെ ആത്മാവ് പരിശുദ്ധമായ റൂഹ് അള്ളാഹുവിൽ ചേർന്നു, അള്ളാഹുവിലേക്ക് ലയിച്ചു ചേർന്നു. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു നിന്നു. ജനങ്ങളെയൊക്കെ ഒരുമിച്ചു എല്ലാവരെയും സഫണിയായി ചേർത്ത് നിർത്തിക്കൊണ്ട് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു അവിടെ കൂടിയിരുന്ന മയ്യത്ത് നമസ്കരിക്കാൻ കൂടിയ സ്വഹാബി വര്യന്മാരെ ചില കാര്യങ്ങൾ ഉപദേശിച്ചു. അയ്യുഹന്നാസ് ഇന്നക്കും ഖദ് ഫുജിഅതും ബിറജുലിൻ വല്ലാഹി മാ അഅലമു അന്നി റഅയ്തു റജുലൻ അബറ സദ്റൻ വലാ അബ്അദ ഗായിലതൻ വലാ അശദ്ദ ഹുബ്ബൻ ലിൽ ആഖിബ വലാ അൻസഹ ലിൽ ആമ്മത്തി മിൻഹു ഫതർഹമു അലൈഹി യർഹമുകുമുല്ലാഹ്. വളരെ പ്രസക്തമായൊരു വാചകമാണത്, ഒരു വാക്യമാണത്. അദ്ദേഹം പറയാണ്, മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നക്കും ഖദ് ഫുജിഅതും ബിറജുലിൻ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനു വേണ്ടി ധർമ്മസമരം നടത്തിയ മഹാനായൊരു മനുഷ്യൻ്റെ വിടപറച്ചിലിൽ വേദനിച്ചു നിൽക്കുന്നവരാണ് ഞാനും നിങ്ങളും. വല്ലാഹി, അള്ളാഹുവിനെ തന്നെ സത്യം, മാ അഅലം, എനിക്കറിയില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല, അന്നീ റഅയ്തു റജുലൻ, ഒരു മനുഷ്യനെയും ഞാൻ കണ്ടിട്ടില്ല, അന്നീ റഅയ്തു റജുലൻ അബറ സദ്റൻ, മഹാനായ അബൂ ഉബൈദ തങ്ങളെക്കാൾ ഏറ്റവും മനസ്സുകൊണ്ട് ഗുണം ചെയ്യുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല, വലാ അബ്അദ ഗായിലതൻ, മനുഷ്യരോടുണ്ടാകുന്ന കുറുമ്പ് കുശുമ്പ് പോലത്തെ വിചാരങ്ങൾ, മോശമായ വിചാരങ്ങൾ ഒട്ടുമില്ലാത്ത മഹാനായ അബൂ ഉബൈദ തങ്ങളെപ്പോലെ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല, വലാ അശദ്ദ ഹുബ്ബൻ ലിൽ ആഖിബ, മരണത്തെ ഇത്രത്തോളം ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്ത ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല, വലാ അൻസഹ ലിൽ ആമ്മ, പൊതുസമൂഹത്തിന് വേണ്ടി എപ്പോഴും ഗുണം കാക്ഷിക്കുന്ന, അദ്ദേഹത്തെക്കാൾ ഗുണം കാക്ഷിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഫതർഹമു അലൈഹി, അതുകൊണ്ട് പ്രിയപ്പെട്ട സ്വഹാബി വര്യന്മാരെ, നിങ്ങൾ അദ്ദേഹത്തിന് വിട്ടുപുറത്തു കൊടുക്കുക, അദ്ദേഹത്തിന് കരുണ ചോദിക്കുക, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് കാരുണ്യമുണ്ടാകാൻ വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. യർഹമുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ എന്നൊരു ഉപദേശം നൽകിക്കൊണ്ട് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നമ്മുടെ കഥാപുരുഷനായ പരിശുദ്ധമായ ദീനിനു വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ച അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, എത്ര മനോഹരമായ ജീവിതം! അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി സമർപ്പിക്കുന്നിടത്ത് ഭൗതികമായ സുഖങ്ങളോ ഭൗതികമായ സങ്കല്പങ്ങളോ ഭൗതികമായ താല്പര്യങ്ങളോ തടസ്സമാകാതെ വലാലി ദുനിയ അഅമൽ, ഒരിടത്ത് പറഞ്ഞതാണത്, ഞാൻ ദുനിയാവിന് വേണ്ടി പണിയെടുക്കുന്നവനല്ലെന്ന്. ഇത്ര മാതൃക സൃഷ്ടിച്ചു കടന്നുപോയ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഫിർദൗസുൽ അലയിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗീയ പ്രവേശനം കിട്ടാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. മഹാനവറുകളെക്കുറിച്ച് സ്മരിക്കുന്നിടത്ത് വല്ല അബദ്ധവും വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്കത് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. മഹാന്മാരായ അശ്റത്തുൽ മുബശ്ശിറൂൻ, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മഹാന്മാരായ സ്വഹാബീവര്യന്മാരെ മാതൃകകളാക്കി ജീവിതത്തിലെ അവർ നൽകിയ വലിയ വലിയ
മാതൃകകളെ, കൊച്ചു കാര്യങ്ങളെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ നമ്മളൊക്കെ വിജയിച്ചവരായി. അള്ളാഹു വിജയം നൽകട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله تعالى وبركاته. من أصحاب رسول الله رجال عشرة خير الناس بعد الرسل كرام بررة أبو بكر عمر وعثمان وعلي وسعيد وسعد طلحة والزبير وعامر وابن العوف تمام العشرة.